ഹായ് ഓൾ, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇർഫാൻ അലി. നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സിലബസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഏറ്റവും ആദ്യം സിലബസിൽ വരുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക്. സിലബസിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു 10 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. 10 മാർക്കിൻ്റെ ചോദ്യം സാധാരണ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊരു 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന, ഒന്നുകൂടി ഒന്ന് തല പുകച്ചാൽ, കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ 10ൽ 10 മാർക്കും നേടാൻ കഴിയുന്ന ഒരു പാർട്ടാണ്. റാങ്ക് ഡിസൈഡർ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം. നമുക്കറിയാം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം ജോബാണ്. നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ വെയിങ് മെഷീനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറപ്ഷൻസും കാര്യങ്ങളൊക്കെ തടയുക, അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് പിന്നെ റിന്യൂ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ സീൽ ചെയ്യൽ പരിപാടിയൊക്കെയാണ് നമ്മളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിലബസിലുണ്ട്. അതായത് മെഷർമെൻറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്കാം. 4 സെക്ഷനുകളായിട്ടാണ് നിങ്ങളുടെ സിലബസിൽ ഈ ഒരു പാർട്ട് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ A, B, C, D എന്നും പറഞ്ഞിട്ട് 4 സെക്ഷനുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പല ഡിവൈസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, പല കൺവേർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് 4 സെക്ഷനുകളായിട്ട് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ Aയിൽ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മറ്റൊന്ന് ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസുകളെ കുറിച്ചാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ടൈപ്പിൽ പലതരത്തിലെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നൾ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ലൈക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടികളുണ്ട്, ഡൈനാമിക് ആയിട്ടുള്ള പ്രോപ്പർട്ടികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ എറേഴ്സ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എററുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ദെൻ സ്കെയിൽ റേഞ്ച് എന്താണ്, സ്കെയിൽ സ്പാൻ എന്താണ്, അതുപോലെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. മെഷർമെൻറ്റുകൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മെഷറിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ജോബാണ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് മെഷർമെൻറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക, അതിലെങ്ങനെയൊക്കെ തിരിമറികൾ നടത്തും, അതൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാർ ജോലിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിലെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടുന്ന അതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് മെഷർമെൻറ്റ്, എങ്ങനെയൊക്കെ നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മെഷർമെൻറ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് നോക്കാം. മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എസെൻഷ്യലി മീൻസ് കമ്പയറിംഗ് ഇറ്റ് വിത്ത് എ പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് വൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് നോൺ. അതായത് നമുക്ക് അറിയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ ബേസിക്കലി മെഷർമെൻറ്റ് എന്ന് നമ്മൾ ജനറലി പറയാം, അല്ലേ? മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എസെൻഷ്യലി മീൻസ് കമ്പയറിംഗ് ഇറ്റ് വിത്ത് എ പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് വൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് നോൺ. നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഷറിംഗ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മീറ്റർ എന്ന് നമ്മൾ പറയും. ആ മീറ്ററിനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമ്മൾ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് നമ്മളുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറയുക എന്നുള്ളതാണ് ആക്ച്വലി ഈ പറയുന്ന മെഷർമെൻറ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ
because this is a comparison, the outcome is expressed as a numerical value. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് 3 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ സെക്കൻഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത്, അവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ അവിടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് എ കമ്പാരിസൺ, ദ ഔട്ട്കം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ന്യൂമറിക്കൽ വാല്യൂ. ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഫോർ ദ മെഷർമെന്റ് ടു ബി റിലയബിൾ ആൻഡ് മീനിങ് ഫുൾ 2 key conditions must be met. നമ്മളുടെ മെഷർമെൻറ്റ് വളരെ റിലയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിരിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് അവിടെ അനിവാര്യമായിട്ട് വേണ്ടത്. ഏതൊക്കെയാണ് നോക്കാം. ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കണം. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ പലതരത്തിലുള്ള FPS സിസ്റ്റം, MKS, CGS, SI സിസ്റ്റം, ഇങ്ങനെ 4 സിസ്റ്റങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ MKS, FPS, CGS എന്നൊക്കെ പറയുന്നതിനെ ആ 3 ആളുകളുടെ പ്രത്യേകത എന്താണ്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും ഓരോ യൂണിറ്റുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, SI യൂണിറ്റ് സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്തായിരിക്കണം, ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ദെൻ അടുത്ത ഫീച്ചർ എന്താ, ദ അപ്പാരറ്റസ് യൂസ്ഡ് ആൻഡ് ദ മെത്തേഡ് അഡോപ്റ്റഡ് മസ്റ്റ് ബി പ്രൂവബിൾ. ഓക്കെ, നമ്മൾ മെഷർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു അപ്പാരറ്റസ്, അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, ഇത് രണ്ടും എന്തായിരിക്കണം, പ്രൂവബിൾ ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ ക്രൈറ്റീരിയകൾ മെറ്റ് ചെയ്താലേ, അല്ലെങ്കിൽ അവിടെ പാലിച്ചാലേ നമ്മളുടെ മെഷർമെൻറ്റ് എന്താവുകയുള്ളൂ, മെഷർമെൻറ്റ് റിലയബിൾ ആവുകയുള്ളൂ, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഈ 2 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മേ ബി സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ ആയിട്ട്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒക്കെ ആയിട്ട് ചോദിക്കുക, നമ്മളുടെ ഒരു മെഷർമെൻറ്റ് മീനിങ് ഫുൾ ആവണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയകൾ പാലിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പോൾ ആ 2 ഫീച്ചേഴ്സ് കൃത്യമായിട്ടൊന്ന് ഒരു ധാരണ, കാരണം ബൈ ഹാർട്ട് പഠിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക കേട്ടോ, എന്തൊക്കെയാണ് ഈ 2 കാര്യങ്ങൾ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് മെഷർമെൻ്റ് ആണ്. നമുക്ക് ഒരു മെഷർമെൻറ്റിനെ പല തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പല വഴികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ദ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി. പ്രധാനമായിട്ടും നമ്മൾ 2 രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് മെത്തേഡുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണ്, ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ്, അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അൺനോൺ ക്വാണ്ടിറ്റിയെ നമ്മളിപ്പോൾ ലെങ്ത് എടുക്കുകയാണ്, നമ്മളൊരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ്ലി നമ്മളൊരു റീഡിങ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ രണ്ടാമത്തെ എന്തായിരിക്കും, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡാണ്, അപ്പോൾ മറ്റേ ആൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സോ ഇവിടെ എന്താണ്, മെഷർ അനദർ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിസൈഡ് ക്വാണ്ടിറ്റി. അതായത് വേറൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ക്വാണ്ടിറ്റി നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാം, മാത്തമാറ്റിക്കൽ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ക്വാണ്ടിറ്റി ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് മെത്തേഡാണ്. ഇപ്പോൾ ലെങ്ത്ത്, ഈ ഒരു പെന്നിൻ്റെ ലെങ്ത്ത് എടുക്കണമെങ്കിൽ എനിക്കൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റീഡിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ പറയാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ രീതി വെച്ചിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അങ്ങനെ മറ്റൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളൊരു റിക്വയർഡ് ക്വാണ്ടിറ്റിയെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് തെർമോകപ്പിൾ വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. അപ്പോൾ
തെർമോകപ്പിൾ വോൾട്ടേജ് ആണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേറൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഇൻഡയറക്ട്ലി നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് മെത്തേഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണേ? ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ മുതലാണ് നമ്മളെ സംബന്ധിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങൾ സിലബസിൽ നോക്കിയേ, ഏറ്റവും ആദ്യം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് സെക്ഷൻ എ ആണ്. ഇതേപോലെ BCD എന്ന് പറയുന്ന 3 സെക്ഷൻ ഇനിയും ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് പല തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അത് ഡിജിറ്റൽ ഔട്ട്പുട്ടാണോ അനലോഗ് ഔട്ട്പുട്ടാണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ബൈ വിച്ച് ദേ ഓപ്പറേറ്റ്, ഏത് രീതിയിലാണത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് ഔട്ട്പുട്ട് ദേ പ്രൊവൈഡ്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബൈ ദ കൈൻഡ് ഓഫ് സിഗ്നൽ ദേ ആർ ഡിസൈൻ ടു ഡിറ്റക്ട്, ഏത് തരത്തിലുള്ള സിഗ്നലുകളെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓർ ബൈ ദ ടെക്നിക് ദേ എംപ്ലോയ് ടു കൗണ്ടർ ബാലൻസ് ദി എഫക്റ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ്, അവിടെ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റിയുടെ എഫക്റ്റിനെ ബാലൻസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ നോക്കിയിട്ട്, ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനൊക്കെ നോക്കിയിട്ട് നമുക്കതിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട് മെഷർ ചെയ്യാൻ. എന്ത് സാധനം നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണമെങ്കിലും ഓരോ തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ പല തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റുകളെ എല്ലാം തന്നെ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത്രയും ഓർത്തിരുന്നാൽ മതി. പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട്, അതിൻ്റെ ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ട്, അതിൻ്റെ സിഗ്നലുകളെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പിളിനെ, അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് are very reliable for static and stable condition, but they are unable to respond rapidly to measurement of dynamic and transient condition. Example, spring balance. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്ന ആൾ, സ്പ്രിംഗ് ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ ആ സ്പ്രിംഗ് ബാലൻസ് എന്താണ്? മെക്കാനിക്കൽ ഓപ്പറേഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? മെക്കാനിക്കൽ ഓപ്പറേഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താണ്? വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേബിൾ കണ്ടീഷനിൽ, അതായത് ഇപ്പോൾ വെയിറ്റ് ഹാങ് ചെയ്യുകയാണ്. വെയിറ്റ് ഹാങ് ചെയ്യുമ്പോൾ ഒരു വെയിറ്റ് നമ്മളിങ്ങനെ തൂക്കി എടുക്കാമെന്ന് വിചാരിക്കുക, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ടൊരു വാല്യൂ കാണിക്കും. പക്ഷേ സഡൻ ആയിട്ട് നമ്മൾ അതിനകത്തൊരു വെയിറ്റ് പെട്ടെന്ന് ആഡ് ചെയ്തോ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആണ്. അതായത് പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈം ഇൻ്റർവെല്ലിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവൈസ്, അതായത് മെക്കാനിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ്, അതാണ് നമ്മൾ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സോ അതിൻ്റെ പ്രത്യേകത എന്താണ്? ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ വെരി റിലയബിൾ ഫോർ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റേബിൾ കണ്ടീഷൻ. സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇത് കൂടുതലായിട്ട് റിലയബിൾ ആയി മാറുന്നത്. അതോടൊപ്പം തന്നെ ദേ ആർ അണേബിൾ ടു റെസ്പോണ്ട് റാപ്പിഡ്ലി ടു മെഷർമെൻറ്റ്സ് ഓഫ് ഡൈനാമിക് ആൻഡ് ട്രാൻസിയൻറ്റ് കണ്ടീഷൻ. വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന കണ്ടീഷനുകളിലൊന്നും അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. സോ എക്സാമ്പിൾ ആയിട്ട് ആരാ വരുന്നത്? സ്പ്രിംഗ് ബാലൻസ്. എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്ന ആരാണ്? സ്പ്രിംഗ് ബാലൻസ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്ന ആൾ. സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, സ്പ്രിംഗ് ബാലൻസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതൊരു ടൈപ്പ് ഓഫ്, അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ആളാണ്. അടുത്തതെന്ന് പറയുന്നത്
ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് ഡിറ്റക്ടേഴ്സ് ആർ മോർ റാപ്പിഡ് ദാൻ മെക്കാനിക്കൽ മെത്തേഡ് അല്ലേ. ഇലക്ട്രിക്കൽ ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ഔട്ട്പുട്ടുകൾ ലഭിക്കും. സോ അത് മെക്കാനിക്കൽ ഡിവൈസുകളെ മെക്കാനിക്കൽ മെത്തേഡുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്പ്രിംഗ് ബാലൻസ് ആണ് നമ്മൾ മെക്കാനിക്കൽ ആസ്പെക്റ്റിൽ പറഞ്ഞത്. ദെൻ അതേ ആളെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അല്ലേ. കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്, അപ്പോൾ കുറച്ചുകൂടി റാപ്പിഡ് ആണ്, കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് ഡിറ്റക്ടേഴ്സ് ആർ മോർ റാപ്പിഡ് ദാൻ മെക്കാനിക്കൽ മെത്തേഡ് ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം നോർമലി ഡിപ്പെൻഡ് അപ്പോൺ എ മെക്കാനിക്കൽ മീറ്റർ മൂവ്മെന്റ് ആസ് ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ്. അവിടെ എന്തുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗാൽവനോമീറ്റർ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ ഇൻഡിക്കേറ്റിംഗ് ഒരു പോയിന്റർ ഉണ്ട്. ആ പോയിന്ററിലെ വർക്കിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആയിട്ടുള്ള വർക്കിംഗ് തന്നെയാണ്. ബട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി റാപ്പിഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ, മെക്കാനിക്കൽ ഡിവൈസിനേക്കാൾ കുറച്ചുകൂടി റാപ്പിഡ് ആണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ, അവിടെ എന്താണ് നമ്മൾ വാല്യൂ കാണിക്കുന്നത്, ഡിജിറ്റൽ ആയിരിക്കും. അപ്പോൾ അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ടിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നതും ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ടും വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് ഡിജിറ്റലിൽ കിട്ടുക അല്ലേ. അമ്മീറ്ററിൽ അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക അക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നത് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ എന്താണ്, ദീസ് ഡേയ്സ് മോസ്റ്റ് ഓഫ് ദ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ മെഷർമെന്റ്സ് റിക്വയർ വെരി ഫാസ്റ്റ് റെസ്പോൺസ്. അപ്പോൾ ഫാസ്റ്റ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ചേഞ്ച് ചെയ്തു. എന്താണ്, ഇലക്ട്രോണിക് ഡിവൈസുകളാക്കി, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ ഇലക്ട്രോണിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒരു ഇത് വരയ്ക്കുക, ഇൻസ്ട്രുമെന്റ്സ് എന്ന് വരയ്ക്കുക. ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. ആ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ മൂന്നായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, ആ 3 ഹെഡിങ് എഴുതാം, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാം. ബാക്കി ഡെഫിനേഷൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാം. ദെൻ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ബൈ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിനനുസരിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് ഔട്ട്പുട്ടിനനുസരിച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കി, ഒന്നാമത്തെ ഭാഗം നോക്കി, എന്താണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. 2 രീതിയിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഔട്ട്പുട്ട് അനലോഗ് ഔട്ട്പുട്ട് ആണെങ്കിൽ അനലോഗ് ഇൻസ്ട്രുമെന്റ്സും, ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, നോക്കാം. സോ അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, പോയിന്റർ ഡിഫ്ലക്ഷൻ, അതായത് സ്കെയിലിൽ പോയിന്റർ ഉപയോഗിച്ചിട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. ഇപ്പോൾ ഗാൽവനോമീറ്റർ, വോൾട്ട്മീറ്ററിലൊക്കെ എന്താണ് പോയിന്റർ ഉപയോഗിച്ചിട്ടല്ലേ അവിടുത്തെ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ടാവുക. സോ അതെന്താണ് അനലോഗ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് പോയിന്റർ ഡിഫ്ലക്ഷൻ ഓൺ എ സ്കെയിൽ, ഒരു സ്കെയിലിൽ പോയിന്റർ ഡിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നുണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനലോഗ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ഷോ മെഷർമെന്റ് ത്രൂ കണ്ടിന്യൂസ് വേരിയേഷൻ യൂഷ്വലി ബൈ പോയിന്റർ മൂവ്മെന്റ് ഓവർ എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ അല്ലേ. ഒരു സ്കെയിലിൽ പോയിന്റർ മൂവ് ചെയ്യും, ആ പോയിന്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ അത്തരത്തിലുള്ള ഡിവൈസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അനലോഗ് ഡിവൈസുകൾ അല്ലെങ്കിൽ അനലോഗ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ക്ലിയർ ആണേ. ദെൻ അടുത്ത എന്താണ്, അപ്പോൾ എക്സാമ്പിൾ നോക്കി, മൂവിങ് കോയിൽ അമ്മീറ്റർ, അതുപോലെ വോൾട്ട് മീറ്റർ. നമ്മൾ സാധാരണ വോൾട്ട് മീറ്റർ ഇല്ലേ, വോൾട്ട് മീറ്റർ, ഗാൽവനോമീറ്റർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മളുടെ അനലോഗ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു പോയിന്റർ ഉണ്ടാവും, ആ പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് അവിടുത്തെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസുകളെയാണ് നമ്മൾ അനലോഗ് ഡിവൈസുകൾ അല്ലെങ്കിൽ അനലോഗ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ആൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റുകളാണ്. സോ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഡിസ്പ്ലേ ആണ്. നമുക്കറിയാം, ഇപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അവിടെ നിന്ന് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം, കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം,
എന്ത് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയിട്ടായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു ഡിസ്പ്ലേ ഡിജിറ്റൽ ആയിട്ടായിരിക്കും വാല്യൂ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളുടെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അനലോഗ് ഡിജിറ്റൽ. അനലോഗസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും, ഡിജിറ്റൽ ഒരു ഡിസ്പ്ലേയിലാണ് ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇവിടെ എന്താ നോക്കിയേ, ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ഡിസ്പ്ലേ മെഷർമെന്റ് ഇൻ ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ ഫോം ഓഫൺ യൂസിങ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കും. ആ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഡിവൈസുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മളുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താ വരിക? മൾട്ടിമീറ്റർ ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഒന്നിൽ തന്നെ കുറേ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധനം ഇങ്ങനെ തിരിക്കാനുണ്ടാവും. അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസ് ആണ് വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചിടുക, വോൾട്ടേജ് ആണ് വേണമെങ്കിൽ അങ്ങോട്ട്, കറണ്ട് ആണെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിവൈസിന് എക്സാമ്പിളാണ്. സോ അതിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. അതേപോലെ അടുത്ത് എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിനനുസരിച്ചുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലുമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ടേബിളിൽ 2 പാർട്ടായി. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ബൈ ദി മെത്തേഡ് ഓഫ് മെഷർമെന്റ് ബാലൻസ് ആണ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് എക്സാമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗം. അതായത് നമ്മുടെ സിലബസ് തന്നെ അങ്ങനെയാണ് പറയുന്നത്. മെഷർമെന്റ് ബാലൻസ് എങ്ങനെയാണ് വരുന്നത്, നമ്മളുടെ മെഷർമെന്റിനെ എങ്ങനെയാണ് അവിടെ ബാലൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? നമ്മളുടെ 2 ടൈപ്പ് കാറ്റഗറി, ഡിഫ്ലക്ഷൻ ടൈപ്പ് ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ എഴുതിയ ഒരു ഭാഗം കണ്ടിരുന്നല്ലോ. ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്ലൈഡ് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ്. ഇതാണ് പ്രത്യേകം സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ചാണ് നമ്മളുടെ നമ്മളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഭാഗമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ഓക്കെ, ബൈ ദി മെത്തേഡ് ഓഫ് മെഷർമെന്റ് ബാലൻസ്. എങ്ങനെയാണ് മെഷർമെന്റിനെ ബാലൻസ് ചെയ്യിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എന്താണ് എന്നുള്ളത് നോക്കാം. സോ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് ആദ്യം നോക്കാനുള്ളത്. എ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഈസ് വൺ ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് കോസസ് എ ഫിസിക്കൽ ഡിഫ്ലക്ഷൻ ഓർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മൂവിങ് എലമെന്റ്. അതായത് പോയിന്റർ അല്ലെങ്കിൽ നീഡിൽ ഓർ ബീം. അതായത് ഇതാണ് പറയുന്നത്, ഒരു ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവിടെ മെഷർ ചെയ്യേണ്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിഫ്ലക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് ഒരു മൂവിങ് എലമെന്റിന്റെ സഹായത്തോടു കൂടി കാണിക്കുന്നു. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡയഗ്രം നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വോൾട്ട് മീറ്റർ. ഓക്കെ, എക്സാമ്പിൾ വോൾട്ട് മീറ്റർ, അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. സോ വോൾട്ട് മീറ്റർ നിങ്ങളൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു 2 വോൾട്ട് നമ്മളുടെ സിസ്റ്റത്തിലൂടെ സർക്യൂട്ടിലൂടെ കടത്തി വിടുക എന്ന് വിചാരിക്കുക. ആ വോൾട്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു വോൾട്ട് മീറ്റർ അവിടെ പ്ലേസ് ചെയ്തു. വോൾട്ട് മീറ്ററിൻ്റെ ഇനീഷ്യൽ റീഡിങ് എത്രയായിരിക്കും? സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടില്ല, ജസ്റ്റ് വെക്കുകയാണെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ ഇനീഷ്യൽ റീഡിങ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു വോൾട്ട് മീറ്റർ ഇങ്ങനെ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 0 1 2 3 4 5 ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇനീഷ്യൽ റീഡിങ് എന്തായിരിക്കും നമ്മളുടെ വോൾട്ട് മീറ്ററിൻ്റെ? ഇവിടെ ആയിരിക്കും അതിനൊരു നീഡിൽ പോയിന്റ് ഉണ്ടാവുക. അത് ഈ 0-യിലായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക അല്ലേ? 0-യിലായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക. ഇനി 2 വോൾട്ട് ആണ് നമ്മളുടെ റീഡിങ്, അല്ലെങ്കിൽ 2 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ വോൾട്ട് മീറ്റർ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത്, അതായത് ഈ നമ്മളുടെ പോയിന്റർ എന്ത് ചെയ്യും? ഈ 0-യിൽ നിന്ന് ഇങ്ങടേക്ക് മൂവ് ചെയ്യും അല്ലേ? ഒരു ഫിസിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ആ ഡെഫിനിഷൻ ഒന്നുകൂടി ഒന്ന് നോക്കുക.
നോക്കാം. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഈസ് വൺ ഇൻ വിച്ച് ദി ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ് കോസസ് എ ഫിസിക്കൽ ഡിഫ്ലക്ഷൻ. വോൾട്ട്മീറ്ററിന്റെ കേസ് ആണെങ്കിൽ 2 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരാണ്? വോൾട്ടേജ് ആണല്ലോ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? 0-ൽ ഉണ്ടായിരുന്ന നമ്മളുടെ പോയിന്ററിനെ എങ്ങനെയൊക്കെ മാറ്റി? 2-ലേക്ക് 2-ലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഒരു ഫിസിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെന്റുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി അല്ല, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. സോ അത്തരത്തിലുള്ള ഡിവൈസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മെഷറാൻഡ്. എന്താ മെഷറാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ മെഷറാൻഡ് എന്ന് പറയുന്നത്. മെഷറാൻഡ്, ഓക്കെ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് യു വാണ്ട് ടു മെഷർ. നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ മെഷറാൻഡ് എന്ന് വിളിക്കുന്നത്. ആ മെഷറാൻഡിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിട്ടുള്ള ആ ഡിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ആ ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നേരത്തെ 0-ൽ ഉണ്ടായിരുന്ന വോൾട്ട്മീറ്ററിന്റെ പോയിന്റർ ഇല്ലേ, ആ പോയിന്റർ 2-ലേക്ക് എത്തിയല്ലോ. നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്താണ്? വോൾട്ടേജ് ആണല്ലോ. സോ ആ മീറ്ററിലെ ഡിഫ്ലക്ഷൻ എത്രയാ? 0-ൽ നിന്ന് 2-ലേക്ക്. 2 ആണല്ലോ മെഷർമെന്റ് റീഡിങ് മാറിയത്. അപ്പോൾ ആ 2 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മെഷറാൻഡ്. നമുക്ക് മെഷർ ചെയ്യേണ്ടുന്ന ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ 2 എന്നുള്ളത് മാറിപ്പോൾ 3 വോൾട്ടേജ് ആണ് 3 വോൾട്ടാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ എന്താണ്? ആ ക്വാണ്ടിറ്റിയുടെ ഡിഫ്ലക്ഷൻ 3-ലേക്ക് എത്തും അല്ലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ മാറുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മളുടെ മെഷറാൻഡിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റുകൾ നോക്കിയേ. അടുത്ത പോയിന്റുകൾ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. വളരെ ഷോർട്ടാക്കിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. ദ റീഡിംഗ് ഈസ് ടേക്കൺ ഡയറക്ട്ലി ഫ്രം ദ സ്കെയിൽ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റീഡിംഗ് എന്ന് പറയുന്നത് ആ സ്കെയിൽ മൂവ്മെന്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഈ വോൾട്ടിമീറ്റർ ഉദാഹരണം പറയുന്നത് മിക്കവാറും ഈ ലീഗൽ മെട്രോളജിയുടെ കോഴ്സ് എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ BSc ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ BTech ഇത് കഴിഞ്ഞ ആളുകളാണല്ലോ. അപ്പോൾ ഇവരെന്തായാലും ലാബിൽ ഒരു വോൾട്ട്മീറ്റർ പോലും കാണാത്ത ആൾ ആരും ഉണ്ടാവില്ല. വോൾട്ട്മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്ററോ ഗാൽവനോമീറ്ററോ കാണാത്ത ആരും ഉണ്ടാവില്ല. ഗാൽവനോമീറ്ററിൽ അപ്പോൾ ഇവിടെ ഇതൊന്നും കാണാത്ത ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. എന്താണ് ഇവിടുത്തെ റീഡിംഗ് എന്ന് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്കെയിൽ മൂവ്മെന്റിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ വരച്ചു അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്കെയിൽ ഉള്ളതെങ്കിൽ, റീഡിംഗ് ഉള്ളതെങ്കിൽ ഇനീഷ്യലി ഇവിടെ 0 ആണ്. ഈ 0-ലായിരിക്കും നമ്മുടെ പോയിന്റർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 2 വോൾട്ടാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നേരെയുള്ള റീഡിങ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റീഡിങ് നമുക്ക് എവിടെ നിന്ന് തന്നെ എടുക്കാം? നമ്മുടെ സ്കെയിലിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദ റീഡിങ് ഈസ് ടേക്കൺ ഡയറക്ട്ലി ഫ്രം ദ സ്കെയിൽ. ആ സ്കെയിലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിങ് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യമാണ്. ഓക്കെ ആണേ? രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ക്വിക്ക് മെഷർമെന്റ്. ഇവിടുത്തെ മെഷർമെന്റ് എന്താ? വളരെ ഫാസ്റ്റ് ആണ്. കാരണം എന്താ വളരെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആണെന്നുള്ളതാണ്. അതായത് നമ്മളൊരു സർക്യൂട്ടിനകത്തേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ആ വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അതിനെ ക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നു. സിസ്റ്റം ഓൺ ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പം തന്നെ നമുക്ക് വോൾട്ട് മീറ്ററിൽ റീഡിംഗ് കാണിക്കുമല്ലോ. വോൾട്ടേജ് മീൻസ് സർക്യൂട്ട് കറക്റ്റ് ആണെങ്കിൽ, വോൾട്ട് മീറ്റർ ഫംഗ്ഷനിങ് ആണെങ്കിൽ അപ്പം തന്നെ നമുക്ക് റീഡിംഗ് കാണിക്കും. സോ ദാറ്റ് എന്താണ്? ക്വിക്ക് മെഷർമെന്റ് ആണ്. നമുക്ക് ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ മെഷർമെന്റ് എടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ. ലോവർ ആക്യുറസി കമ്പയർഡ് ടു നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. അതായത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആക്യുറസി വളരെ കുറവാണ്. നൾ ടൈപ്പിന് ആക്യുറസി കുറച്ചുകൂടി കൂടുതലാണ്. ഓക്കെ, ആക്യുറസി കുറച്ചുകൂടി കൂടുതലാണ് നൾ ടൈപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോൾ. ഇവിടെ എന്താണ്? ആക്യുറസി കുറവാണ്. ലോവർ ആക്യുറസി കമ്പയർഡ് ടു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇവർ തമ്മിലുള്ള കമ്പാരിസണിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ.
ഹിയർ ദി ഔട്ട്പുട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻപുട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇപ്പോൾ 2 വോൾട്ട് ആണെങ്കിൽ നമുക്ക് 2 ഡിഫ്ലക്ഷൻ കിട്ടുക, 3 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 3 ഡിഫ്ലക്ഷൻ കിട്ടുക, 4 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 4 നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടുക. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 ചിലപ്പോൾ ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ ഒരു 3.8 3.9 ആ റേഞ്ചിലൊക്കെ വരും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഹിയർ ദി ഔട്ട്പുട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻപുട്ട്. ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് കൊണ്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. അടുത്തത് നോക്കി, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ റുട്ടീൻ മെഷർമെന്റ്. എന്താണ്? ഇപ്പോൾ നമുക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, അതായത് നമ്മളുടെ ഡെയിലി ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഡെയിലി ആവശ്യമില്ല കറണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്താ പറയുക, പെട്ടെന്ന് ക്വിക്കായിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുക്കേണ്ടുന്ന കുറേ ക്വാണ്ടിറ്റികൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പിന്നെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി റുട്ടീനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് മെഷർ ചെയ്തെടുക്കേണ്ടുന്ന ക്വാണ്ടിറ്റികളെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഡിവൈസുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കി, കണ്ടിന്യൂസ് പവർ കൺസംഷൻ. ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് പവർ കൺസംഷൻ അവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിതാ ഈ മൂന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഒന്ന് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്, മറ്റൊന്ന് എന്താണ്, ലോവർ ആക്യുറസി ദാൻ നൾ ടൈപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റുകൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് 3 ടോർക്ക് പ്രിൻസിപ്പിൾ. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, 3 ടോർക്ക് പ്രിൻസിപ്പിളാണ്. അതായത് അവിടെ 3 ടോർക്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 3 ടോർക്കുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ 3 ടോർക്കുകളാണ് അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. അതായത് 3 ടോർക്ക് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് 3 ടോർക്ക് പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ ജനറലി പറയുക. ഓക്കെ, 3 ടോർക്ക് പ്രിൻസിപ്പിൾ. നോക്കാം ഏതൊക്കെയാണ് ആ 3 ടോർക്ക്. ഒന്നാമത്തത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്, രണ്ടാമത്തത് കൺട്രോളിംഗ് ടോർക്കാണ്, മൂന്നാമത്തത് ഡാമ്പിംഗ് ടോർക്കാണ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, 3 ടോർക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ടോർക്ക് പ്രിൻസിപ്പിൾ ആണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. 3 ടോർക്കുകളാണ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത്. നോക്കാം, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താണ്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദി ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഫക്ട് ഓഫ് ദ മെഷർമെന്റ്. ഇറ്റ് ഡ്രൈവ്സ് ദി മൂവിങ് എലമെന്റ് ഓർ പോയിന്റർ ഇൻ വൺ ഡയറക്ഷൻ. എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ വോൾട്ട് മീറ്ററിന്റെ കേസ് എടുക്കുകയാണ്. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കറണ്ട് കൊടുക്കുകയാണ്, ഒരു സർക്യൂട്ടിലേക്ക് കറണ്ട് കൊടുക്കുകയാണ്. അവിടുത്തെ വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഫക്ട് നമ്മൾ അവിടെ കൊടുക്കുന്നു. ആ ഒരു മെക്കാനിക്കൽ എഫക്ട് കൊടുക്കുമ്പോൾ വോൾട്ട് മീറ്റർ എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങുമല്ലോ. ഒരു സൈഡിലേക്കല്ലേ മൂവ് ചെയ്യുക, സോ ആ ഒരു മൂവ്മെന്റ് ഒരു ഡയറക്ഷനിലേക്കാണ് ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സോ അത്തരത്തിലുള്ള ആ ഒരു മൂവ്മെന്റിന് കാരണമായിട്ടുള്ള ടോർക്കിനെയാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഡെഡായി കിടന്ന, അതായത് റെസ്റ്റിലുള്ള, നമ്മളൊരു സർക്യൂട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ വെറുതെ കിടക്കുന്ന ഒരാളെ നമ്മൾ സർക്യൂട്ട് കൊടുക്കുകയാണ്, കറണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യാൻ തുടങ്ങും, ആ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദി ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഫക്ട് ഓഫ് ദ മെഷർമെന്റ് ആൻഡ് ഇറ്റ് ഡ്രൈവ്സ് ദി മൂവിങ് എലമെന്റ് ഓർ പോയിന്റർ ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഇതിനെ എന്ത് ചെയ്യും, മൂവ് ചെയ്യിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ആളാരാണ്, കൺട്രോളിംഗ് ടോർക്കാണ്. TC വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കൺട്രോളിംഗ് ടോർക്കാണ്. ഇറ്റ് ഒപ്പോസസ് ദ ഡിഫ്ലക്ഷൻ ആൻഡ് ബ്രിങ്സ് ദ പോയിന്റർ ബാക്ക് ടു സീറോ വെൻ ദ മെഷറാൻഡ് ഈസ് റിമൂവ്ഡ്. അതായത് നമ്മളിപ്പോൾ വോൾട്ടേജ് കൊടുത്തു അല്ലെങ്കിൽ കറണ്ട് കൊടുത്തു, റീഡിങ് എടുത്തു, കറണ്ട് നമ്മൾ റിമൂവ് ചെയ്തു, ഇയാൾ അവിടെ തന്നെയാണോ നിൽക്കുക? അല്ല, അയാൾ എന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും സീറോയിലേക്ക്, പോയിന്റർ പിന്നെയും തിരിച്ച് സീറോയിലേക്ക് വരുമല്ലോ. ആ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന അയാളെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കുന്ന ആ ടോർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൺട്രോളിംഗ് ടോർക്ക് എന്ന് വിളിക്കുന്നത്, TC എന്ന് വിളിക്കും. ഓക്കെ, സോ TC ഇറ്റ് ഒപ്പോസസ് ദി ഡിഫ്ലക്ഷൻ ആൻഡ് ബ്രിങ്സ് ദി പോയിന്റർ ബാക്ക് ടു സീറോ വെൻ ദ മെഷറാൻഡ് ഈസ് റിമൂവ്ഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ള റീഡിങ് എടുത്തതിന് ശേഷം നമ്മൾ ആ മെഷറാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്, അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സീറോയിലേക്ക് കൊണ്ടുവരുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. TC വെച്ച് ഡിനോട്ട് ചെയ്യും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, അറ്റ് ഇക്വലിബ്രിയം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, അറ്റ് ഇക്വലിബ്രിയം കൺട്രോളിംഗ് ടോർക്ക് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇക്വലിബ്രിയത്തിലായി കഴിഞ്ഞാൽ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള ക്വാണ്ടിറ്റി മെഷർ ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ. അറ്റ് ഇക്വിലിബ്രിയം കൺട്രോളിംഗ് ടോർക്ക് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഈക്വൽ ടു TC ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ 2 ടൈപ്പ് ടോർക്കായേ. മൂന്നാമത്തെ ആള് നോക്കിയേ, മൂന്നാമത്തെ ആളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരാള്. എന്താണ് അയാളുടെ പേര്? ഡാമ്പിംഗ് ടോർക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. ഡാമ്പിംഗ് ടോർക്ക്, T ഡാമ്പിംഗ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെന്റ്സ് ദി പോയിന്റർ ഫ്രം ഓസിലേറ്റിംഗ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് ടു റെസ്റ്റ് ക്വിക്ലി അറ്റ് ദ ഫൈനൽ പൊസിഷൻ. ഓക്കെ, അതായത് എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദി പോയിന്റർ ഫ്രം ഓസിലേറ്റിംഗ് ആൻഡ് ബ്രിങ്ങിങ് ടു റെസ്റ്റ് ക്വിക്ലി അറ്റ് ദ ഫൈനൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനിൽ പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓസിലേറ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷനെ പ്രിവെന്റ് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡാമ്പിംഗ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് പ്രിവെന്റ്സ് ദി പോയിന്റർ ഫ്രം ഓസിലേറ്റിംഗ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് ടു റെസ്റ്റ് ക്വിക്ലി അറ്റ് ദ ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്, ഇറ്റ് പ്രസന്റ് ഓൺലി ഡ്യൂറിംഗ് ദി ട്രാൻസിയന്റ്. അതായത് ഈ പറയുന്ന മോഷൻ നടക്കുന്നത്, അതായത് കറണ്ടോ കാര്യങ്ങളോ ഒക്കെ പോകുന്ന സമയത്ത് മാത്രമാണ് ഇയാൾ പ്രസന്റ് ആവുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ടോർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡാമ്പിംഗ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് ടോർക്കുകളാണ് ഒരു ഡിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. 3 ടൈപ്പ് ഏതൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. ഓർത്തിരിക്കുക, ഈ സാധനം അതായത് ഇക്വിലിബ്രിയത്തിൽ TD ഈക്വൽ ടു TC ആണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈക്വൽ ടു കൺട്രോളിംഗ് ടോർക്ക് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സ്റ്റഡി സ്റ്റേറ്റിൽ ആരുണ്ടാവില്ല? നമ്മളുടെ ഡാമ്പിംഗ് ടോർക്ക് ഉണ്ടാവില്ല. അത് എപ്പോഴേ ഉണ്ടാവുള്ളൂ? ട്രാൻസിയന്റ് സ്റ്റേറ്റിൽ മാത്രമേ ആരുണ്ടാവുകയുള്ളൂ? ഡാമ്പിംഗ് ടോർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മയിൽ വെച്ചോളാം. ഓക്കെ, ഇതാണ് നമ്മളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോർ എ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഒരു ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇൻ എ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ദ അപ്ലൈഡ് ഇൻപുട്ട് ക്വാണ്ടിറ്റി ജനറേറ്റ്സ് എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അതിന്റെ വർക്കിംഗ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻ എ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ദ അപ്ലൈഡ് ഇൻപുട്ട് ക്വാണ്ടിറ്റി ജനറേറ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഫോർ ഓർ ഫോഴ്സ് ദാറ്റ് മൂവ്സ് ദ പോയിന്റർ. ഇപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ നമ്മൾ കറണ്ട് കൊടുക്കുകയാണ്, ആ കറണ്ട് എന്ത് ചെയ്യാണ്? അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യാണ്? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കും. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താക്കും? നമ്മളുടെ പോയിന്ററിനെ മൂവ് ചെയ്യിക്കും. ഓക്കെ, ഈ 3 ടോർക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് പറയണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ കറണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കറണ്ടാണ് മെഷർ ചെയ്യുന്നത്, ഒരു അമ്മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അമ്മീറ്റർ ഉപയോഗിച്ച് നമുക്ക് കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് ഒരു കറണ്ട് കൊടുക്കണമല്ലോ. ആ കറണ്ട് നമ്മൾ ഇൻപുട്ട് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തു. ആ ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യാണ്? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കും. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ത് ചെയ്യും? നമ്മളുടെ മൂവിങ് പോയിന്ററിനെ മൂവ് ചെയ്യിക്കും, നമ്മളുടെ പോയിന്ററിനെ മൂവ് ചെയ്യിക്കും. ഓക്കെ ആണേ. ദെൻ അറ്റ് ദ സെയിം ടൈം എ കൺട്രോളിംഗ് ടോർക്ക് ആക്ട്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത്, ഇത് എന്താ പറയാ, ഇൻഫൈനൈറ്റ്ലി അങ്ങോട്ട് പോവല്ലോ ചെയ്യുക. കറണ്ടിന്റെ മെഷർമെന്റ് എവിടെയാണോ എത്രയാണോ വരുന്നത് അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുമ്പോൾ തന്നെ എന്തും കൂടി വരും? ഒരു കൺട്രോളിംഗ് ടോർക്ക് കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എ കൺട്രോളിംഗ് ടോർക്ക് ആക്ട്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് വരും? ഒരു കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാകും. സോ വെൻ ദീസ് 2 ടോർക്സ് ബാലൻസ് ഈച്ച് അതർ ദ പോയിന്റർ സെറ്റിൽസ് അറ്റ് എ ഫിക്സഡ് പൊസിഷൻ ആൻഡ് ദിസ് പൊസിഷൻ ഡയറക്ട്ലി ഷോസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി അൺനോൺ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. ഇപ്പൊ നമുക്കൊരു 2 ആംപിയർ കറണ്ടാണ് മെഷർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ അമ്മീറ്ററിൽ എന്താണ്? 0ലാണ് കിടക്കുന്നുണ്ടാവുക. നമ്മൾ കറണ്ട് സർക്യൂട്ടിൽ ഒരു കറണ്ട് കൊടുത്തു. അപ്പോൾ ഈ പോയിന്റർ എന്ത് ചെയ്യും? നേരെ മെല്ലെ ഇങ്ങനെ റൈസ് ചെയ്ത് അല്ലേ മൂവ് ചെയ്യാൻ തുടങ്ങും. ആ മൂവ് ചെയ്യുന്നത് എന്തുണ്ടാവുന്നതുകൊണ്ടാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഇപ്പുറ സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ടാവുന്നുണ്ട്? നമ്മളുടെ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുക എപ്പോൾ? നമ്മളുടെ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ പോയിന്റർ 2-ലെത്തുമ്പോൾ, കാരണം 2 ആംപിയർ കറണ്ടാണ് പോകുന്നത്. ഓക്കെ, ആ കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. സോ 2-ലെത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ കൺട്രോളിംഗ് ടോർക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടുന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുന്നുണ്ട്, കൺട്രോളിംഗ് ടോർക്ക് ഇപ്പുറ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. രണ്ടും കൂടി ഈക്വൽ ആവുന്ന പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ക്വാണ്ടിറ്റി, നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദീസ് 2 ടോർക്സ് ബാലൻസ് ഈച്ച് അതർ ദ പോയിന്റർ സെറ്റിൽസ് അറ്റ് എ ഫിക്സഡ് പൊസിഷൻ ആൻഡ് ദിസ് പൊസിഷൻ ഡയറക്ട്ലി ഷോസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി അൺനോൺ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. ആവശ്യമായിട്ടുള്ള അൺനോൺ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാലൻസിങ് കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണ്. ഇപ്പോൾ 3 ടോർക്ക് സിസ്റ്റം ആണല്ലേ, 3 ടോർക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കാം കേട്ടോ. സോ ഇതാണ് നമ്മളുടെ ഒരു അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ്, ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാൻ. നോക്കി, ഇപ്പോൾ 0-ലായിരിക്കും ഉണ്ടാവുക.
ദെൻ ആ ഒരു പോയിന്റർ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ അമ്മീറ്റർ ആണ് കാണിക്കുന്നത്, അപ്പോൾ 1 ആംപിയർ അല്ലെങ്കിൽ 0.5 ആംപിയർ എന്നൊക്കെ രീതിയിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ദെൻ എന്താണ്, ഇവിടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും, സ്പ്രിങ് ഉണ്ടാവും. അപ്പോൾ അതിന് അനുസരിച്ചുകൊണ്ടാണ് അതൊക്കെ മൂവ് ചെയ്യുന്നത്. നിങ്ങൾ ഗാൽവനോമീറ്റർ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഒക്കെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസും ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസുമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ള. ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മളോട് എന്ത് ചോദിക്കും, കമ്പാരിസൺ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തെ പ്രത്യേകത നോക്കി, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഈസി ടു യൂസ്. അല്ലേ, എളുപ്പമല്ലേ യൂസ് ചെയ്യാൻ? വോൾട്ട് മീറ്ററിൽ റീഡിങ് എടുക്കാനല്ലേ എളുപ്പം അല്ലേ? മീൻസ് ഡിജിറ്റലിലേക്ക് പോകണ്ട, നമ്മൾ ഇപ്പോൾ അനലോഗ് കേസ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വോൾട്ട് മീറ്റർ നമ്മൾ അടുത്ത ഈ നൾ ഡിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും എന്തുകൊണ്ട് അത് ബുദ്ധിമുട്ടായി ഇത് എളുപ്പമായി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഈസി ടു യൂസ് ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്വിക്ക് ആയിട്ടുള്ള അല്ലേ, നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, അപ്പം തന്നെ നമുക്ക് റീഡിങ് കിട്ടുന്നു, ഡയറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടുന്നു അല്ലേ. ക്വിക്ക് ആൻഡ് ഡയറക്റ്റ് റീഡിങ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വളരെ ഫാസ്റ്റ് റെസ്പോൺസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അടുത്ത് നോക്കിയേ, നോ എക്സ്റ്റേണൽ പവർ നീഡഡ് ഫോർ ദ ഇൻഡിക്കേറ്റിംഗ് മെക്കാനിസം. പുറമേ നിന്ന് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേറെ മെക്കാനിസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. ഇപ്പോൾ വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വോൾട്ട് മീറ്ററിലേക്ക് സെപ്പറേറ്റ് നമുക്ക് വേറെ കണക്ഷൻ ആവശ്യമൊന്നും വരുന്നില്ല. എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ സർക്യൂട്ട് തന്നെ ഉണ്ട് അല്ലേ, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ എന്തുണ്ട്, പവർ കൺസംഷൻ അവിടെ വരുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ എക്സ്റ്റേണലി അല്ലെങ്കിൽ വേറൊരു കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, നോ എക്സ്റ്റേണൽ പവർ നീഡഡ് ഫോർ ദി ഇൻഡിക്കേറ്റിംഗ് മെക്കാനിസം. ദെൻ ലെസ് ആക്യുറേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എന്താണ് ലെസ് ആക്യുറേറ്റ് കമ്പയർഡ് ടു നൾ ടൈപ്പ്. നൾ ടൈപ്പിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇവർ ലെസ് ആക്യുറേറ്റ് ആണ്, ആക്യുറസി കുറവാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, സെൻസിറ്റീവ് ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ലൈക്ക് ഫ്രിക്ഷൻ ഓർ ടെമ്പറേച്ചർ. ഫ്രിക്ഷൻ പോലെയുള്ള, ടെമ്പറേച്ചർ പോലെയുള്ള ഫാക്ടേഴ്സിനെ, മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, വളരെ സെൻസിറ്റീവാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ, ഇൻഫ്ലുവൻസുകളെ ഈ ഇത്തരത്തിലുള്ള ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം സെൻസിറ്റീവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കമ്പയർഡ് ടു നൾ ടൈപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ലോഡിംഗ് എഫക്ട് ഈസ് പ്രസന്റ്. ലോഡിംഗ് എഫക്ട് ഈസ് പ്രസന്റ്. എന്താണ് ലോഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ, വെൻ യു കണക്ട് എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ടു എ സർക്യൂട്ട്, ദ ഇൻസ്ട്രുമെന്റ് ഇറ്റ് സെൽഫ് ടേക്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഫ്രം ദാറ്റ് സർക്യൂട്ട്. അല്ലേ, ആ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യും, കുറച്ചൊരു എനർജി അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ ഒക്കെ നമ്മൾ ഘടിപ്പിക്കുകയാണ്. ആ അമ്മീറ്ററിൽ ചിലപ്പോൾ കൊടുക്കുന്ന അതേ കറണ്ട്, അതായത് ചെറിയ മില്ലി ഫ്രാക്ഷൻ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതിന് കാരണം എന്താ, ആ ഇൻസ്ട്രുമെൻറ്റ് വളരെ കുറച്ച് എനർജി യൂട്ടിലൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലോഡിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലോഡിംഗ് എഫക്റ്റ് പ്രസൻ്റ് ആണ്. എവിടെയാണ് ലോഡിംഗ് എഫക്റ്റ് പ്രസൻറ്റ്? നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളിലാണ് ലോഡിംഗ് എഫക്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണേ, സെറ്റാണേ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവരുടെ എക്സാമ്പിൾസ് കൂടി ഒന്ന് നോക്കാം. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എക്സാമ്പിൾസ്? വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തന്നിട്ടുള്ളതിൽ ഏതാണ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, ഏതാണ് നൾ ടൈപ്പ് എന്ന് ചോദിക്കാം. തന്നിട്ടുള്ളതിൽ നൾ ടൈപ്പ് അല്ലാത്തത് ഏത്, തന്നിട്ടുള്ളതിൽ ഡിഫ്ലക്ഷൻ ടൈപ്പ് ആയത് ഏത്, അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം, കുറച്ച് എക്സാമ്പിൾസ് തന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക്, മീൻസ് അതാണ് നമുക്ക് നോക്കേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വോൾട്ട് മീറ്റർ ആണ്, അമ്മീറ്റർ ആണ്, ഗാൽവനോമീറ്റർ ആണ്, മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ്, സ്പീഡോമീറ്റർ. നമ്മളുടെ സ്പീഡോമീറ്റർ ഉണ്ടല്ലോ, സ്പീഡോമീറ്റർ എന്താ ഇങ്ങനെ അല്ലേ, സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് മൂവ് ചെയ്യും. നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന ആളുകളല്ലേ, കാറൊക്കെ ഓടിക്കുന്ന ആളുകളല്ലേ, അപ്പോൾ കാണാമല്ലോ ഈ സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്റർ എന്താണ്, ഒരു ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. സ്പ്രിംഗ് ബാലൻസ്, മെർക്കുറി തെർമോമീറ്റർ ഒക്കെ എന്താണ്, ഈ പറയുന്ന നമ്മളുടെ കോമൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മിക്ക ഇൻസ്ട്രുമെൻറ്റുകളിലും ഉണ്ട് അത്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇപ്പോൾ സ്പീഡോമീറ്റർ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. പാരലാക്സ് എറർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് നമ്മൾ
നമ്മൾ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ റീഡിങ് എടുക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ ലാബൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കാര്യം, നമ്മൾ നേരെ നിന്ന് നോക്കണം. അതായത് നമ്മളുടെ കണ്ണിന് നേരെ ആയിരിക്കണം, ആ ഇൻസ്ട്രുമെന്റ് നേരെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ റീഡിങ് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്പുറ സൈഡിൽ നിന്നിട്ട് റീഡിങ് എടുക്കുമ്പോഴും ഇപ്പുറ സൈഡിൽ നിന്ന് റീഡിങ് എടുക്കുമ്പോഴും ചിലപ്പോൾ റീഡിങ്ങിൽ വ്യത്യാസം. ഇപ്പോൾ സ്പീഡോമീറ്റർ നിങ്ങൾ നോക്കുമ്പോൾ ബൈക്ക് ഒരു 40 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്പീഡോമീറ്റർ മൂവ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള റീഡിങ് ആയിരിക്കില്ല റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴുള്ള റീഡിങ് എന്ന് പറയുന്നത്. രണ്ടിലും വ്യത്യാസമുണ്ട്. നേരെ നോക്കണം എന്നാണ് നമ്മളെപ്പോഴും പറയാം. അപ്പോൾ നമ്മൾ നോക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഐയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചുകൊണ്ട് റീഡിങ്ങിൽ ചെറിയ എറർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പാരലാക്സ് എറർ എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് എററും ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതൊന്ന് ഓർത്തിരിക്കുക. ഈ എക്സാമ്പിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഗാൽവനോമീറ്റർ, മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, സ്പീഡോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്പീഡോമീറ്റർ, സ്പ്രിംഗ് ബാലൻസ്, അതുപോലെ തന്നെ മെർക്കുറി, തെർമോമീറ്റർ ഒക്കെ എന്താണ് നമ്മളുടെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണേ. അപ്പോൾ ഇതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ എക്സാമ്പിൾസ് കൂടി നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ.